കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം ആരംഭിക്കുകയാണ്. അതിൽ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ശ്രീശുക മഹർഷി മരണാസന്നനായ വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരത്തിലൂടെ വേണ്ട കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു, ഹേ രാജാവേ, വരീയാൻ ഏഷത്തെ പ്രശ്ന കൃതോ ലോകഹിതം നൃപ. ഹേ രാജൻ, മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണാസന്നനായ മനുഷ്യൻ എന്താണ് കേൾക്കേണ്ടത്, കീർത്തിക്കേണ്ടത്, സ്മരിക്കേണ്ടത് എന്നെല്ലാമുള്ള അങ്ങയുടെ ചോദ്യം തികച്ചും ഉചിതമായിട്ടുള്ളതാണ്. മാത്രമല്ല ലോകഹിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. ലോകത്തിന് മുഴുവൻ പ്രയോജനകരമായൊരു ചോദ്യമാണ് അങ്ങയുടെ ചോദ്യം. കാരണം ലോകത്തെല്ലാവരും മരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. ആത്മതത്വത്തെ അറിയാൻ പോലും ശ്രമിക്കാതെ കേവലം ഭൗതിക ജീവിതത്തിൽ മാത്രം മുഴുകിക്കഴിയുന്ന പ്രാകൃതരായിട്ടുള്ള ഗൃഹസ്ഥന്മാർക്ക് ആയിരക്കണക്കിന് വിഷയങ്ങൾ കേൾക്കാനുണ്ടാവും. അവരുടെ പകൽ സമയം മുഴുവൻ പണം സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തിലും അതുപോലെ കുടുംബഭരണത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രാത്രി ഉറങ്ങിക്കൊണ്ടും വെറുതെ പാഴായി പോവുകയാണ് ചെയ്യുന്നത്. വെറുതെ പാഴായി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജന്മം കൊണ്ട് തനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം, ആത്മലാഭം എന്നുള്ളതായ ഒരു പ്രയോജനവും നേടാതെ കേവലം മറ്റു ജീവികളെപ്പോലെ, മറ്റു മൃഗങ്ങളെപ്പോലെ ഒരു ജന്മം മാത്രം, അതായത് ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ഉല്ലസിക്കുന്നു, സന്താനോൽപാദനം നടത്തുന്നു, ജീവിക്കുന്നു, മരിച്ചു പോകുന്നു. അതിലുപരിയായി ആത്മതത്വത്തെ അറിയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ തൻ്റെ ജന്മസാഫല്യത്തിന് വേണ്ടിയോ പ്രയത്നിക്കാത്തതായിട്ടുള്ള ജീവിതം. അതുകൊണ്ടാണ് പാഴായി പോകുന്നു എന്ന് പറഞ്ഞത്. ശരീരം, ഭാര്യ, മക്കള് ഇവയൊക്കെ നശിക്കുന്നവയാണ്. എത്ര നമ്മൾ അവരെ സംരക്ഷിക്കാനും നിലനിർത്താനും പരിശ്രമിച്ചു കൊണ്ടിരുന്നാലും ഇതെല്ലാം നശിക്കുന്നതാണ്. ഈ പരമാർത്ഥം അറിയാതെ അവരിലുള്ള അമിതമായ ആസക്തി കാരണം തനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരിക്കുന്നത് കണ്ടാലും താനും ഒരു നാൾ മരിക്കുന്നതാണ് എന്ന വസ്തുത ഓർമ്മിക്കുന്നേയില്ല. അതുകൊണ്ട് ഭരതവംശത്തിൽ ജനിച്ച കീർത്തിമാനായ പരീക്ഷിത്തെ, ഭയനിവൃത്തിയെ ആഗ്രഹിക്കുന്നവർ സർവാത്മാവായ ഭഗവാൻ ശ്രീഹരിയെ തന്നെയാണ് കേൾക്കുകയും കീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടത്. മരണമല്ല, മരണഭയമാണ് ദുഃഖത്തിനുള്ള കാരണം. അത് വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. മരണമല്ല, മരണഭയമാണ് ദുഃഖത്തിന് കാരണം. മരണഭയം നീങ്ങണമെങ്കിൽ ശരീരാഭിമാനം ഇല്ലാതാവണം. ഭക്തി കൊണ്ട് മനസ്സ് ഈശ്വരാകാരമായി തീർന്നാലേ ശരീരാഭിമാനം നീങ്ങൂ. അതാണ് വിശ്വാത്മാവായ ഭഗവാന്റെ മഹിമകളെ കേൾക്കലും കീർത്തിക്കലും ഭഗവാനെ സ്മരിക്കലുമാണ് ഭയനിവൃത്തിക്കുള്ള അനുഷ്ഠാനം എന്ന് പറഞ്ഞത്. സാഖ്യം, യോഗം, സ്വധർമാനുഷ്ഠാനം ഇവ കൊണ്ടൊക്കെ സാധിക്കേണ്ടതായ പരമപ്രയോജനം അവസാന കാലത്ത് മരണസമയത്ത് ഈശ്വരസ്മരണ, നാരായണസ്മരണ ഉണ്ടാവുക എന്നാണ്. അതിനുവേണ്ടിയാണ് വേദത്തിലെ വിധി നിഷേധങ്ങൾക്ക് പോലും അതീതരും ബ്രഹ്മനിഷ്ഠന്മാരുമായിട്ടുള്ള മഹർഷിമാർ പോലും എപ്പോഴും ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മരണമല്ല ഭയത്തിന് കാരണമായിരിക്കുന്നത്, ദുഃഖകാരണമായിരിക്കുന്നത് മരണഭയമാണ് എന്ന് പറഞ്ഞൊരു വാക്യം
അത് ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിന് കാരണമാണെന്നുള്ളത് കൊണ്ട് അതൊന്ന് പറയാം. കാരണം ജീവൻ മുക്തരായ ആളുകൾ, ഭക്തശ്രേഷ്ഠന്മാരായ ആളുകൾ, അവർക്ക് മരണത്തെ ഭയമില്ല. കാരണം ശരീരവുമായി വേർപിരിയുന്ന മരണം എന്നുള്ളത് അവരെ അലട്ടുന്ന ഒരു വിഷയമേ അല്ല. എങ്ങനെയാണോ അജ്ഞനായ ആളുകളെ സംബന്ധിച്ച് താൻ മരിച്ചു പോകും എന്നുള്ള ഭയം അലട്ടുന്നത്, അതുപോലെ ജ്ഞാനികളെയോ ഭക്തന്മാരെയോ മരണം അലട്ടുന്നില്ല. കാരണം ഭഗവാന്റെ പാദത്തിലേക്ക് ചേരാൻ പോകുന്ന ഒരാൾക്ക് എന്തിനാണ് ഭയം? തൻ്റെ പ്രവൃത്തികൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത്, തനിക്ക് മുക്തി പോലും ആവശ്യമില്ല, തനിക്ക് എത്ര കാലം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും, എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും അതിൽ യാതൊരു പ്രയാസവുമില്ല, ഭഗവത് ഭക്തി മാത്രം തന്ന് അനുഗ്രഹിച്ചാൽ മതി എന്നവർ പ്രാർത്ഥിക്കാൻ കാരണം അവർക്ക് മരണമെന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. ഗീതയിലും പറയുന്നുണ്ടല്ലോ, വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. എങ്ങനെയാണോ മനുഷ്യൻ അഴുക്കായ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അല്ലെങ്കിൽ പഴകിയ കീറിയ വസ്ത്രം കളഞ്ഞ് പുതിയ വസ്ത്രം ധരിച്ച് ഉന്മേഷവാനായി വരുന്നതുപോലെ ജീവൻ തനിക്ക് ക്ലേശകരമായിട്ടുള്ള ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നു. അതിലിടയ്ക്കുള്ള സമയം ഭഗവാന്റെ നാമം ജപിച്ച ഭക്തരായിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ടല്ലോ, അവരൊരിക്കലും നരകം കാണേണ്ടി വരിക പോലുമില്ല. ആ ഭഗവാന്റെ പാതാരവിന്ദത്തിലെ മധു ഉണ്ണുന്ന വണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ സുരക്ഷിതമായ സംരക്ഷണയിൽ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് കഴിയാൻ കഴിയുന്ന ജീവൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അതുകൊണ്ടാണ് ഭക്തന്മാരായ ആളുകൾക്ക് ഒരിക്കലും ഭയമുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ജന്മസാഫല്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാന കാലത്ത് സാധിക്കേണ്ടതായിട്ടുള്ള പരമഭാഗ്യം, പരമപ്രയോജനം എന്ന് പറയുന്നത് അന്തേ നാരായണ സ്മൃതി എന്നുള്ളതാണ്. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അവസാന സമയത്ത് ഈശ്വര സ്മരണയോടുകൂടിയിട്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ച്, നമ്മൾ കണ്ടതാണ് ഭീഷ്മപിതാമഹൻ ഭഗവാനെ 1000 നാമങ്ങളെ കൊണ്ട് അർച്ചന ചെയ്ത് ശരീരം ഉപേക്ഷിച്ചത്. അതുപോലെ എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്. അപ്പം അതാണ് ജീവിതത്തിൻ്റെ പരമലാഭം, പരമപ്രയോജനം എന്ന് പറയുന്നത്. പരീക്ഷത്തിനോട് തുടരുന്നു. ഇന്നേക്ക് 7ാം ദിവസം തക്ഷകൻ അങ്ങയെ സമീപിക്കുമ്പോഴേക്കും അങ്ങയുടെ മനസ്സ് ഈശ്വരാകാരമാവുകയാണ് വേണ്ടത്. ഈശ്വരൻ തൻ്റെ കൂടെ പരിപൂർണമായി ഉണ്ട് എന്നുള്ള ബോധമുണ്ടാവുക. അതിനുവേണ്ടി ഞാൻ ഭാഗവതം ഉപദേശിച്ചു തരാം. ഈ ഭാഗവതം വേണ്ട രീതിയിൽ കേട്ടുകഴിഞ്ഞാൽ മരണഭയം എന്നുള്ളത് നീങ്ങും. അതുകൊണ്ടാണ് അങ്ങയുടെ മനസ്സ് 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ചു മരിക്കുമെന്നുള്ള നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. ബ്രാഹ്മണ ശാപമാണത്. പക്ഷേ ആ 7ാം ദിവസം ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ തക്ഷകൻ വരുമ്പോഴേക്കും അങ്ങയുടെ മനസ്സ് പൂർണ്ണമായും ഈശ്വരാകാരമായി തീർന്നു കഴിഞ്ഞാൽ, ഈശ്വരഭക്തിയിൽ ദൃഢമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങേക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന് പ്രാപ്തമാക്കാൻ 7 ദിവസം കൊണ്ട് അങ്ങയെ അതിനെ പ്രാപ്തമാക്കാൻ വേണ്ടിയുള്ള ശ്രീമദ് ഭാഗവതം ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം. ഈ ഭാഗവത പുരാണം വേദത്തിന് തുല്യമായിട്ടുള്ളതാണ്. ദ്വാപരയുഗ അവസാനത്തിൽ എൻ്റെ അച്ഛനായ വ്യാസമഹർഷിയിൽ നിന്നാണ് ഞാൻ ഈ പുരാണം പഠിച്ചത്. ഞാൻ നിർഗുണ ബ്രഹ്മത്തിൽ നിഷ്ഠയോടുകൂടിയവനാണ്. അതിനാൽ കൃതകൃത്യനാണ്, ഒന്നിലും താല്പര്യമില്ലാത്തവനാണ്. എങ്കിലും ഭഗവാന്റെ ലീലകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. അതാണ് ഞാൻ ഈ ഭാഗവതം പഠിക്കാനുള്ള കാരണം.
അപ്പം ആത്മാരാമന്മാരെ പോലും ആകർഷിക്കുന്നതാണ്, ആനന്ദിപ്പിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്നർത്ഥം. ആ ഭാഗവതം ഞാൻ അങ്ങയെ കേൾപ്പിക്കാം. അങ്ങ് ഭഗവാന്റെ സ്വന്തം ആളാണല്ലോ. ഭാഗവതം ശ്രദ്ധയോടെ കൂടി കേൾക്കുകയാണ് എങ്കിൽ മനസ്സ് ശുദ്ധമായി തീർന്ന് മോക്ഷസ്വരൂപനായ ഭഗവാനിൽ 7-ാം ദിവസമാകുമ്പോഴേക്കും അങ്ങേക്ക് ഉറച്ച ഭക്തിയുണ്ടാവും. ലോകസുഖങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അവയെയും വിരക്തന്മാർക്ക് ഭക്തിയെയും യോഗികൾക്ക് ജ്ഞാനത്തെയും സമ്പാദിക്കുന്നതിനുള്ള സുഗമമായ അനുഷ്ഠാനമാണ് ഭഗവാൻ ശ്രീഹരിയുടെ തിരുനാമകീർത്തനം. സഹസ്രനാമത്തിലും പറയുന്നുണ്ടല്ലോ, ആർത്താനാം ആർത്തിഹന്താരാം ഭീതാനാം ഭീതിനാശനം. ആർത്തനായിട്ടുള്ള ദുഃഖിതനായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ദുഃഖത്തിന് പരിഹാരമുണ്ടാകും, ശമനമുണ്ടാകും. ഭയമുള്ളവൻ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഭയനിവൃത്തി അദ്ദേഹത്തിന് സാധ്യമാകും. സമ്പത്ത് ആഗ്രഹിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സമ്പത്ത് വന്നു ചേരുന്നതിനുള്ള വഴിയാണ് സഹസ്രനാമം ജപിക്കുന്നത്. ഇപ്പോൾ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ടാകും. സഹസ്രനാമം ജപിച്ചിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, അവനവൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ കൂടി അനുഷ്ഠിക്കണം. കാരണം സഹസ്രനാമ ജപത്താൽ പുണ്യം വർദ്ധിക്കും. ഈ പുണ്യം ഭാഗ്യമായി പരിണമിക്കും. ആ ഭാഗ്യം നമുക്ക് സമ്പത്തും ഐശ്വര്യവും എല്ലാം പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ തിരുനാമകീർത്തനം എന്നുള്ളത് വിരക്തന്മാർക്ക് ഭക്തി നൽകുന്നതാണ്, യോഗികൾക്ക് ജ്ഞാനത്തെ നൽകുന്നതാണ്, ലോകസുഖങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അവ നൽകുന്നതാണ് എന്ന് പറയും. എന്നാൽ ലക്ഷ്യബോധമില്ലാത്തവന് എത്ര നീണ്ട ആയുസ് കിട്ടിയിട്ടും എന്ത് പ്രയോജനമാണുള്ളത്? അയാൾ അത് മുഴുവൻ വിഷയസേവ കൊണ്ട് പാഴാക്കിക്കളയും. ജീവിതത്തിനൊരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ ആ ലക്ഷ്യമുണ്ടെങ്കിലല്ലേ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കൂ. അല്ലെങ്കിൽ ജീവിതം ഒരു ഭാരമായി തീരുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈശ്വര ഭജനം കൊണ്ട് മനുഷ്യജന്മത്തെ സാക്ഷാത്കരിക്കാനോ അല്ലെങ്കിൽ തൻ്റെ ജീവിത വിധി തന്നെ മാറ്റിമറിക്കാനോ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജന്മമാണ് ഈശ്വരൻ നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ ജീവിതം ഭാരമാണ് എന്ന് എപ്പോഴെങ്കിലും പറയാൻ സാധിക്കുമോ? നമ്മളിനി അജാമളൻ്റെ കഥ പറയുന്നുണ്ട്. ആ 82 വയസ്സായിട്ടുള്ള അദ്ദേഹം ഈശ്വര ഭജനം കൊണ്ട് തൻ്റെ അവസ്ഥകളെ, തൻ്റെ തലവിധിയെ മുഴുവൻ മാറ്റിയതായിട്ടുള്ള കഥ. ലോകത്ത് എത്രയോ ആളുകളുണ്ട്, അവരുടേതായിട്ടുള്ള ആ ജീവിത രീതിയെ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ദുഃഖത്തെയും ദുരിതത്തെയും ഒക്കെ തുടർച്ചയായിട്ട് 41 ദിവസമോ അല്ലെങ്കിൽ 90 ദിവസമോ ഒക്കെ ഏതെങ്കിലും ദേവതയെ ഭജിച്ച് ഈശ്വര ഭജനം ചെയ്ത് ചില പ്രത്യേക ക്ഷേത്രങ്ങളിൽ പോയി ഈശ്വര ഭജനം ചെയ്ത് അവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളെയും കഷ്ടതകളെയും ഒക്കെ മാറ്റിയതായിട്ടുള്ള അനുഭവം നാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊരാൾക്കും അത് ഈ മനുഷ്യന് മാത്രമല്ലേ സാധിക്കൂ, പൂച്ചയ്ക്കോ നായയ്ക്കോ ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ പോയി ഭജനം നടത്താൻ മനുഷ്യന് സാധിക്കുന്നത് പോലെ ഒരു പൂച്ചയ്ക്കും നായയ്ക്കും മറ്റുള്ള ജീവികൾക്കും സാധിക്കില്ല. ഇപ്പോൾ എത്രയോ ആളുകളുടെ, നമ്മുടെ ഭട്ടേരിപ്പാടിൻ്റെ ആണെങ്കിലും അതുപോലെ എത്രയോ ആളുകളുടെ അവരുടെ വാതരോഗമാണെങ്കിലും മറ്റു ക്ലേശങ്ങളാണെങ്കിലും അങ്ങനെ എത്രയോ കാര്യങ്ങൾക്ക് ആ ഭഗവാന്റെ ഭജനം കൊണ്ട് പരിഹാരമുണ്ടായിട്ടുള്ള കാര്യം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പല കഥകളിലൂടെ. അപ്പോൾ ഇതൊക്കെ തനിക്ക് സാധിക്കാൻ വേണ്ടി തൻ്റെ മുമ്പിൽ വഴികളുണ്ടായിരിക്കെ അതൊന്നും പ്രയോജനപ്പെടുത്താതെ ജീവിതം ഭാരമായി തീർന്നു എന്ന് വിചാരിച്ച് തലയ്ക്ക് തല്ലി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവരെയാണ് കിം പ്രമത്തസ്യ ബഹുഭീ പരോക്ഷൈർഹായനൈരിഹ എന്ന് പറഞ്ഞത്. ലക്ഷ്യബോധമില്ലാത്തവന് എത്ര നീണ്ട ആയുസ് കിട്ടിയിട്ടും എന്ത് പ്രയോജനമാണ് ഉണ്ടാവാൻ പോകുന്നത്? അയാൾ അത് മുഴുവൻ വിഷയസേവ കൊണ്ട് പാഴാക്കിക്കളയും. എന്നാൽ ലക്ഷ്യബോധം ഉണ്ടായാലോ, കിട്ടുന്ന അല്പസമയമാണെങ്കിലും ഒരു മുഹൂർത്ത സമയമാണെങ്കിലും, ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് 48 മിനിറ്റ് സമയമാണെന്നാണ് പറയുന്നത്.
പണ്ട് സമയത്തിന് മുഹൂർത്തം എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിനെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു മുഹൂർത്തം പോലും വില പിടിച്ചിട്ടുള്ളതാണ്. ആ ചുരുങ്ങിയ സമയം കൊണ്ടും ജന്മസാഫല്യം നേടാൻ കഴിയും. ഖട്വാങ്കൻ എന്ന രാജർഷി തനിക്കിനി 2 നാഴിക സമയം മാത്രമാണ് ആയുസ്സുള്ളത് എന്ന് മനസ്സിലാക്കി ആ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് അഭയസ്വരൂപിയായ ഭഗവാനെ പ്രാപിച്ച് മുക്തനായി തീർന്നു. ഖട്വാങ്കനെ അപേക്ഷിച്ച് അങ്ങ് ദീർഘായുഷ്മനാണ്. അങ്ങേക്ക് 7 ദിവസത്തെ ആയുസ്സുണ്ടല്ലോ, അത് മുഴുവൻ സ്വന്തം ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കൂ എന്ന് പറയുന്നു. ഈ ഖട്വാങ്കൻ്റെ കഥ നവമസ്കന്ധത്തിൽ വരുന്നുണ്ട്. ഖട്വാങ്കൻ എന്ന് പറയുന്നതായ രാജാവ് ഒരു സമയം ദേവേന്ദ്രനെ സഹായിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ദേവലോകത്ത് പോയി. പണ്ട് ഭൂമിയിലെ രാജാക്കന്മാർ ദേവേന്ദ്രനെ സഹായിക്കാൻ പോകുന്ന കഥകളെ നമുക്ക് കേൾക്കാം. അങ്ങനെ സഹായിക്കാൻ പോയി കുറേ കാലം അസുരന്മാരുമായി യുദ്ധം ചെയ്ത് ദേവന്മാർക്ക് വിജയമൊക്കെ നൽകി. പിന്നീട് അവർക്ക് സേനാപതിയൊക്കെ വന്നു. അങ്ങനെ വന്ന് നന്ദിപ്രകടനം നടത്തി, ഇനി അങ്ങയുടെ ആവശ്യം ഇവിടെയില്ല, അങ്ങേക്ക് അങ്ങയുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാം. എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടത്? മോക്ഷം മാത്രം എന്നോട് ചോദിക്കരുത്, കാരണം അത് നൽകാൻ ഞാൻ അസമർത്ഥനാണ്. ലൗകികമായ എന്ത് ശ്രേയസ് വേണമെങ്കിലും ഞാൻ നൽകി അനുഗ്രഹിക്കാം. അതുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന വരം ചോദിച്ചോളൂ എന്ന് പറയുകയാണ്. എന്നാൽ ഖട്വാങ്കൻ വളരെ വിവേകിയായ വിരക്തനായ ഒരു രാജാവായിരുന്നു. വളരെ ശക്തനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ദേവേന്ദ്രനോട് ആവശ്യപ്പെടുന്നത് ഇനി എനിക്ക് എത്ര സമയം ആയുസ്സുണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം എന്നാണ്. ഇപ്പോൾ കാലത്തെ അറിയാവുന്നതായിട്ടുള്ള ദേവേന്ദ്രൻ ഇനി അങ്ങേക്ക് ഒരു മുഹൂർത്തം ആയുസ്സുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 3/4 മണിക്കൂർ 48 മിനിറ്റ്. അപ്പോൾ ആവശ്യപ്പെട്ടത്, എന്നാൽ എന്നെ എത്രയും പെട്ടെന്ന് ഭൂമിയിലെത്തിച്ചാൽ കൊള്ളാം, അതാണ് എനിക്ക് വേണ്ടതായിട്ടുള്ള വരം, അല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് ഞാൻ നേടിക്കൊള്ളാം എന്ന് പറയണു. സങ്കല്പം കൊണ്ട് ക്ഷണനേരം കൊണ്ട്, ദേവേന്ദ്രൻ എല്ലാറ്റിനും സാമർഥ്യമുള്ള ആളാണ്, ക്ഷണനേരം കൊണ്ട് തന്നെ ഖട്വാങ്കനെ ഭൂമിയിലെത്തിക്കുന്നു. ഭൂമിയിലെത്തിയതായിട്ടുള്ള ഖട്വാങ്ക രാജാവ് തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ആ സമയം, കിട്ടിയ സമയം പരിപൂർണമായി ഭഗവാനെ മാത്രം ചിന്തിച്ച് പ്രാണായാമാദി അനുഷ്ഠാനങ്ങൾ ചെയ്ത് ഭഗവാനെ മാത്രം ചിന്തിച്ച് ഗതവാൻ അഭയം ഹരിം എന്നാണ് പറയുന്നത്. ശ്രീഹരിയിൽ അദ്ദേഹം അഭയം പ്രാപിച്ചു. മുഹൂർത്താൽ സർവമുത്സൃജ്യ ഗതവാൻ അഭയം ഹരിം. എല്ലാ ആശകളാണല്ലോ നമുക്ക് ജന്മത്തിന് കാരണമായി തീരുന്നത്. സകല ആശകളും ഉപേക്ഷിച്ച് സമ്പൂർണമായി സർവാത്മന ഭഗവാൻ ശ്രീഹരിയെ ശരണം പ്രാപിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ പ്രാപിച്ചു. അപ്പോൾ ഒരു മുഹൂർത്തം കൊണ്ട് പോലും ഭഗവത് പ്രാപ്തി സാധ്യമാണെങ്കിൽ തവാപ്യേതർഹി കൗരവ്യ സപ്താഹം ജീവിതാവധി. എന്തിനാണ് പരീക്ഷത്തെ അങ്ങ് ഭയപ്പെടുന്നത്, പരിഭ്രമിക്കുന്നത്? അങ്ങേക്ക് 7 ദിവസത്തെ ആയുസ്സില്ലേ? അത് മുഴുവൻ സ്വന്തം ശ്രേയസ്സിന് വേണ്ടി അങ്ങേക്ക് ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ. പിന്നെ എന്തിനാണ് അങ്ങ് പരിഭ്രമിക്കുന്നത് എന്നുള്ള ആശ്വാസവചനമാണ് ശ്രീശുക മഹർഷി പരീക്ഷത്തിന് നൽകുന്നത്. അതിനുശേഷം ഒറ്റവാക്കിൽ ഇതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഒറ്റവാക്കിലെ ചോദ്യമായിരുന്നു മരണാസന്നനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമായിരുന്നു. അതിന് ഒറ്റവാക്കിൽ തന്നെ മറുപടി പറഞ്ഞു, അന്തേ നാരായണ സ്മൃതി. അവസാന സമയത്ത് ഈശ്വര സ്മരണയോടുകൂടി ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കുക. അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെയാണല്ലോ, വാർദ്ധക്യം വരും. ഈ വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ മരണത്തെ ഭയപ്പെടുകയല്ല വേണ്ടത്, മരണത്തെ നേരിടാനുള്ള പ്രാപ്തി നേടിയെടുക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് പുറത്തിറങ്ങി
പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുക. ഈ വാനപ്രസ്ഥ ആശ്രമം എന്നൊക്കെ വിധിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. കാരണം ഗൃഹസ്ഥ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായും ഈശ്വര ഭജനാദി കാര്യങ്ങൾക്ക് സാധിക്കില്ല. തനിക്കൊരു പേരക്കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് സജീവമായ കുടുംബജീവിതത്തിൽ നിന്ന് വിരമിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്രായം എന്ന് ഇന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു സമയം. ശാസ്ത്രത്തിൽ പറയുന്നത് 25 വയസ്സ് ബ്രഹ്മചര്യകാലം, 50 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമം, പിന്നീട് വരുന്ന 25 കൊല്ലം വാനപ്രസ്ഥ ആശ്രമത്തിലാണ് കഴിയേണ്ടത്. ശേഷം സന്യാസത്തിലേക്ക് പരിവർത്തനപ്പെടണം എന്ന് ക്രമസന്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും അങ്ങനെ വാർദ്ധക്യം സമീപിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന്, ഗൃഹസ്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതത്തിലുള്ള വ്യവഹാരങ്ങളിൽ നിന്ന്, ഗൃഹസ്ഥ ജീവിതം എപ്പോഴും അങ്ങനെയാണ്, 100 കൂട്ടം വ്യവഹാരങ്ങളാണ്. തൻ്റെ കുടുംബം, അതിനെ പരിപാലിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടുകൾ, സാമൂഹിക ചുറ്റുപാടുകളുണ്ടാവും, ഉത്തരവാദിത്തങ്ങളുണ്ടാവും. അതിൻ്റെ ഒരു ബഹളങ്ങളായിരിക്കും പൊതുവെ ഗൃഹസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുക. എന്നാൽ അതിൽ നിന്നൊക്കെ ഒന്ന് വിരമിക്കണം എന്നാണ് പറയുന്നത് വാനപ്രസ്ഥമായി കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പുണ്യ തീർത്ഥത്തിലേക്ക് ചെല്ലുക, അവിടെ സ്നാനം ചെയ്യുക. സ്നാനം ചെയ്തതിന് ശേഷം ശുദ്ധവും ഏകാന്തവുമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ നീണ്ടു നിവർന്നിരുന്ന് സാധനാക്രമങ്ങൾ അനുഷ്ഠിക്കുക. അതിനാദ്യം പ്രാണായാമം ചെയ്യുകയാണ് വേണ്ടത്. ആ പ്രാണായാമത്തിന് മുന്നോടിയായിട്ട് ദീർഘപ്രണവത്തെ ജപിക്കുക. ഓങ്കാരം, അകാരം, ഉകാരം, മകാരം എന്നീ 3 മാത്രകളോട് കൂടിയതായിട്ടുള്ള പ്രണവത്തെ മനസ്സുകൊണ്ട് ജപിക്കുക. ദീർഘമായിട്ടുള്ള ശ്വാസോച്ഛ്വാസത്തോടുകൂടി കുറച്ച് സമയം പ്രണവം ജപിക്കുക, ഓങ്കാര ജപം. പിന്നീട് പ്രാണായാമം കൊണ്ട് പ്രാണനെ അടക്കി മനസ്സിനെ പ്രണവത്തിൻ്റെ അർത്ഥത്തിൽ ഉറപ്പിക്കണം. അകാരം, ഉകാരം, മകാരം ഇന്ന് 3 മാത്രകളുണ്ടല്ലോ. ഈ അകാരം എന്നുള്ളത് ബ്രഹ്മാവാണ്, ഉകാരം മഹാവിഷ്ണുവാണ്, ശിവൻ ആണ് മകാരം. പിന്നീട് അതിൻ്റെ ബിന്ദുവും നാദവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അമാത്രയുണ്ട്. മാണ്ഡൂക്യ ഉപനിഷത്തിൽ മുഴുവൻ ഈ ഓങ്കാരത്തിൻ്റെ വർണ്ണനയാണ്. എന്തൊക്കെയാണ് അകാരം, ഉകാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്കെപ്പോഴെങ്കിലും മാണ്ഡൂക്യ ഉപനിഷത്ത് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാം. ഈ ഓങ്കാരത്തിൽ ഈ 3 മാത്രകളിൽ ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് അതുകൊണ്ടാണ് ഇവിടെ ഈ മനസ്സിനെ പ്രണവത്തിൻ്റെ അർത്ഥചിന്തനത്തിൽ ഉറപ്പിക്കണമെന്ന് പറഞ്ഞത്. കാരണം ഈ പ്രണവത്തിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടി സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തൻ്റെ ഈ ലോകവ്യവഹാരത്തിൽ മുഴുകിയതായിട്ടുള്ള മനസ്സിനെ ഈ പ്രണവത്തിൻ്റെ അർത്ഥചിന്തനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത്. ലയപ്രക്രിയ എന്ന് ശാസ്ത്രങ്ങളിൽ പറയും. അതോടൊപ്പം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയിൽ നിന്ന് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ, കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക്, ഈ ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് മനസ്സിലടക്കുക. പ്രാണായാമം കൊണ്ട് മനസ്സടങ്ങും. ആ അടങ്ങിയതായിട്ടുള്ള മനസ്സിൽ ഉറപ്പിക്കണം ഇന്ദ്രിയങ്ങളെ. കർമ്മവാസനകളെ കൊണ്ടാണ് മനസ്സ് ചഞ്ചലമാകുന്നത്. കർമ്മവാസനകൾ കൂടുതലുള്ളിടത്തോളം കാലം ആ മനസ്സ് കൂടുതൽ ചഞ്ചലമായിക്കൊണ്ടിരിക്കും. അങ്ങനെ കർമ്മവാസനകളെ കൊണ്ട് ചഞ്ചലമായിട്ടുള്ള മനസ്സിനെ ബുദ്ധി കൊണ്ട് ഭഗവത് സ്വരൂപത്തിൽ ഉറപ്പിക്കുക. വീണ്ടും വീണ്ടും ബുദ്ധി കൊണ്ട് അതിനെ വിചാരം ചെയ്യുക. മനസ്സ് ചഞ്ചലാത്മകമാണെങ്കിൽ അതിനെ വിവേകപൂർവം വീണ്ടും ഭഗവാനിൽ ഉറപ്പിക്കുക. മനസ്സ് വിഷയങ്ങളിലേക്ക് പോയാലുണ്ടാകാവുന്ന അനർത്ഥത്തെക്കുറിച്ചും മനസ്സ് ഈശ്വരനിലേക്ക് ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ചും വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക. അങ്ങനെ ക്രമേണ ഈ മനസ്സിനെ ഭഗവത് സ്വരൂപത്തിൽ ഉറപ്പിക്കുക.
അങ്ങനെ നിശ്ചലമാകും കുറേ കഴിയുമ്പോൾ. നിശ്ചലമായിട്ടുള്ള മനസ്സുകൊണ്ട് ഭഗവാന്റെ ഓരോ അവയവങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ചുറപ്പിക്കുക. ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കരുത്. അതായത് ആ ഭഗവാന്റെ ഇനി ധ്യാന പ്രക്രിയയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ധ്യാന പ്രക്രിയയിൽ ഭഗവാന്റെ മന്ദഹാസ സുന്ദരമായിട്ടുള്ള മുഖത്തെ മാത്രം അവസാനം ചിന്തിക്കുക. കപിലോപദേശം വരുന്ന സമയത്ത് അവിടെ ധ്യാന പ്രക്രിയയൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ആ മനസ്സിനെ ഭഗവത് സ്വരൂപത്തിൽ കണ്ട് പിന്നീട് അത് ക്രമേണ നിർഗുണമായിട്ടുള്ള രൂപത്തിലേക്ക്, ഒരു ജ്യോതിസിലേക്ക് ലയിപ്പിക്കുക. വേറെ ഒന്നും ചിന്തിക്കാതെ ഭഗവാന്റെ സ്വരൂപം പോലും അവിടെ ലയിച്ചു പോവും. സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഗുണമായിട്ടുള്ള രൂപം പോലും ലയിച്ച് നിർഗുണമായ ഭാവത്തിലേക്ക് മനസ്സ് കേന്ദ്രീകൃതമാകും. അപ്പോൾ പിന്നീട് മറ്റൊന്നും ചിന്തിക്കരുത്. മനോ നിർവിഷയം യുക്ത്വ തതഃ കിഞ്ചനന സ്മരേത് എന്ന് പറയുന്നു. വേറെ ഒന്നും ചിന്തിക്കരുത്. നിശ്ചിന്തമായിട്ടുള്ള ആ അവസ്ഥയിൽ ക്രമേണ മനസ്സ് ആത്മാവിൽ ലയിച്ച് ഒന്നായി തീരും. അതാണ് ഈശ്വരാനുഭൂതി. അതാണ് മരിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ നേടേണ്ടത്. അങ്ങനെ യാതൊരു ചിന്തയുമില്ലാതെ കേവലം ഭഗവാനെ മാത്രം ചിന്തിച്ച് ശരീരം ഉപേക്ഷിക്കാൻ കഴിയുന്നവരാണ് പരമഭാഗ്യവന്മാർ. കാരണം ഭഗവത്ഗീതയിലും പറയുന്നുണ്ടല്ലോ, യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. എന്തിനെ സ്മരിച്ചുകൊണ്ടാണോ ശരീരം ഉപേക്ഷിക്കുന്നത്, അതിനനുസൃതമായിട്ടുള്ളൊരു ജന്മമായിരിക്കും വീണ്ടും എടുക്കുക. ആ സ്ഥിതിക്ക് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ശരീരം ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവത് പ്രാപ്തി എന്നുള്ളത് സുനിശ്ചിതമായി തീരും. അല്ലെങ്കിൽ ഉത്കൃഷ്ടമായിട്ടുള്ളൊരു ജന്മം സാധ്യമായി തീരും എന്നുള്ളത്. അതാണ് അവസാന സമയത്തൊരു മനുഷ്യൻ നേടേണ്ടത്. രജോ ഗുണം കൊണ്ട് മനസ്സിൽ പലവിധ ചിന്തകളും പൊങ്ങി വരാം. തമോ ഗുണം കൊണ്ട് ഉറക്കവും വരാം. ചിന്തയും ഉറക്കവും നീങ്ങിയ മനസ്സുകൊണ്ട് ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കാൻ സാധിക്കും. അതിനാൽ മനസ്സിൽ നിന്ന് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അകറ്റുകയാണ് വേണ്ടത്. യോഗധാരണ കൊണ്ട് അത് സാധിക്കും. ഒറ്റയടിക്ക് പോയിരുന്നാൽ നമ്മൾ സാധിക്കില്ല. പക്ഷേ ക്രമേണ അഭ്യാസം കൊണ്ട് അത് സാധിക്കും. യോഗധാരണ കൊണ്ടേ അത് സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് പരീക്ഷത്ത് ചോദിക്കുന്നത്, ഹേ മഹർഷി, അങ്ങിപ്പോൾ ഈ യോഗധാരണ കൊണ്ട് മനസ്സിൽ നിന്ന് രജോ ഗുണത്തെയും തമോ ഗുണത്തെയൊക്കെ അകറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഈ യോഗധാരണയുടെ സ്വരൂപം എന്താണ്? എന്താണ് ഈ യോഗധാരണ? അപ്പോഴാണ് അതിന് ശ്രീശുക മഹർഷി മറുപടി പറയുകയാണ്. പത്മാസനം, സിദ്ധാസനം, വീരാസനം, ഇങ്ങനെ ഏതെങ്കിലും ഒരു യോഗാസനത്തിൽ നീണ്ടു നിവർന്നിരിക്കുക. അങ്ങനെ യോഗാസനത്തിൽ നമുക്ക് ഇരിക്കാൻ സ്ഥിരസുഖമാസനം എന്ന് ആസനത്തെക്കുറിച്ച് പറയും. സ്ഥിരമായിട്ടും സുഖമായിട്ടും, സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം, സുഖമായിട്ട് ക്ലേശമില്ലാതെ. ഇപ്പം നമ്മൾ കുറച്ച് സമയമൊക്കെ ചമ്രം പടിഞ്ഞിരിക്കാൻ തന്നെ പലർക്കും പ്രയാസമാണ്. എന്നാൽ കുറേ സമയം ചമ്രം പടിഞ്ഞിരിക്കാൻ സാധിക്കും. എന്നാൽ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ആസനമാണ് പത്മാസനം എന്ന് പറയുന്നത്. പത്മാസനമുണ്ട്, സിദ്ധാസനമുണ്ട്, വീരാസനമുണ്ട്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ആസനത്തിൽ, കാരണം ആ ആസനങ്ങളിൽ ഇരിക്കുമ്പോൾ ശരീരത്തിന് ഒരു പ്രത്യേക ഘടന കൈവരും. നമ്മുടെ കുണ്ഡലിനി ശക്തിയൊക്കെ ഉണരുന്നതിനും മറ്റുമൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ആസനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ആസനങ്ങളുടെ പ്രത്യേകത പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ആസനത്തിൽ നീണ്ടു നിവർന്നിരുന്ന് പ്രാണായാമം കൊണ്ട് പ്രാണനെ അടക്കുക. കുറച്ച് സമയം പ്രാണായാമം ശീലിക്കുക. ഒറ്റ ദിവസം പോരാ, കുറേ ദിവസം ക്രമമായിട്ടങ്ങനെ കുറച്ച് സമയം കൃത്യനിഷ്ഠയോടുകൂടി പ്രാണായാമം ചെയ്ത് ശീലിക്കുക. അങ്ങനെ പ്രാണായാമം ശീലിച്ചു കഴിഞ്ഞാൽ പ്രാണൻ അടങ്ങും. വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും അടക്കണം. വൈരാഗ്യം കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ അടങ്ങുക.
വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതിരിക്കുക, വിഷയങ്ങളൊക്കെ ദുഃഖകാരണമാണ് എന്ന് ബോധിക്കുക. ഈ വിഷയങ്ങളുടെ പിന്നാലെയാണല്ലോ മനസ്സ് ഓടുന്നത്. മനസ്സ് വിഷയങ്ങളിൽ സൗഖ്യത്തെയും സുഖത്തെയും ആനന്ദത്തെയും കാണുമ്പോഴാണ് ആ വിഷയങ്ങൾ നേടാൻ വേണ്ടി, ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലേ വിഷയങ്ങൾ നമുക്ക് പ്രാപിക്കാൻ സാധിക്കൂ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നതിനുള്ള മുഖ്യമായിട്ടുള്ള കാരണം വിഷയങ്ങളിലുള്ള സുഖചിന്തനമാണ്. അതുകൊണ്ടാണ് മനസ്സിൽ വൈരാഗ്യമുണ്ടായിരിക്കുക. ഈ വൈരാഗ്യം മനസ്സിലാണ്, അല്ലാതെ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗതമായിട്ടുള്ള രാഗം എന്നുള്ളതാണ്. വിഷയങ്ങളോട് അമിതമായിട്ടുള്ള രാഗമില്ലാതിരിക്കുക, ആസക്തി ഇല്ലാതിരിക്കുക. അങ്ങനെ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അടങ്ങും. പിന്നീട് മനസ്സിനെ പരമ നിസ്സംഗമാക്കി തീർക്കുക. അങ്ങനെ മനസ്സ് ക്രമേണ അടങ്ങി 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 വന്നു കഴിഞ്ഞാൽ ക്രമേണ മനസ്സ് നിസ്സംഗമായി തീരും. ഒന്നിനോടും ഒട്ടലില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനസ്സ് വന്നു ചേരും. നിർഗതമായിട്ടുള്ള സംഘം, അതാണ് നിസ്സംഗം എന്ന് പറയുന്നത്. ആ നിസ്സംഗമാക്കി തീർക്കുക. നിസ്സംഗമാക്കി തീർത്തു കഴിഞ്ഞാൽ പിന്നീട് ഭഗവാന്റെ സ്ഥൂല രൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ പരിശ്രമിക്കണം. ഈ സ്ഥൂല രൂപത്തെ പറയുന്നത് ഏറ്റവും വലുതായിട്ടുള്ള വിരാട് രൂപം എന്നുള്ളതാണ്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് ഭാഗവതകാരൻ പ്രതിപാദിക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് സമയം ധ്യാനമൊക്കെ ശീലിക്കുന്ന സമയത്ത് നമുക്കറിയാം, ധ്യാനിക്കാനിരിക്കുന്നത് വരെ ധ്യാനം വളരെ എളുപ്പമാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ധ്യാനിക്കാൻ നാം ശീലിക്കുമ്പോഴാണ് മനസ്സ് അടങ്ങാത്തതിൻ്റെ വിഷമം നമുക്കറിയാം. ധ്യാനിക്കുന്ന ഭഗവാന്റെ സ്വരൂപം ഒഴിച്ച് മറ്റെല്ലാം നമ്മുടെ മനസ്സിലൂടെ മിന്നിമറയും. അപ്പോൾ ഒരു വികൃതി കുട്ടിയെ അടക്കിയിരുത്തുന്നത് പോലെയാണ് മനസ്സിനെ ഈശ്വര ഭജനത്തിന് ഇരുത്തുക എന്നുള്ളത്. അവൻ അടങ്ങിയിരിക്കില്ല. വികൃതി കുട്ടിയെ നമ്മൾ നാമം ജപിക്കാനോ മറ്റോ ഒക്കെ ഇരുത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ കുറച്ച് സമയം അവിടെ ലേശം സമയം അവൻ അടങ്ങിയിരിക്കും. അത് കഴിഞ്ഞാൽ അവൻ കൈകൊണ്ടും കാലുകൊണ്ടും പല അഭ്യാസങ്ങളും കാണിക്കാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞാൽ അവൻ എണീറ്റ് പോകും. അമ്മയുടെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും കുതറി അവൻ രക്ഷപ്പെട്ടു പോകും. ഇത് നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. ഇതുപോലെയാണ് മനസ്സിൻ്റെയും സ്വഭാവം. കുറച്ച് സമയം അവനൊന്ന് ശാന്തമായിട്ടിരിക്കും. കാരണം അത് ശീലമില്ല. നമ്മളെ സംബന്ധിച്ച് നോക്കൂ, നമ്മുടെ മനസ്സ്, സാധാരണ ഒരു വ്യക്തിയുടെ മനസ്സ് എപ്പോഴാണ് ശാന്തമാകുന്നത്? ഉറങ്ങുമ്പോഴല്ലാതെ, വിഷയചിന്തനങ്ങളില്ലാതെ ജാഗ്രത അവസ്ഥയിൽ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള വിഷയചിന്തനങ്ങൾ ആ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, വിഷയചിന്തനങ്ങളിൽ വന്ന് നമ്മുടെയൊക്കെ ഒരു ധാരണയായി മാറിയിട്ടുണ്ട്. ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്നുള്ളത് അർത്ഥത്തിലാണ് ധാരണ എന്ന് പറഞ്ഞത്, ശാസ്ത്രത്തിലെ ധാരണയല്ല. മനസ്സ് കുറച്ചു നേരം ശാന്തമാക്കി സ്വസ്ഥമാക്കി ഒന്ന് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ എന്തോ അപരാധമാണ് എന്നുള്ള രീതിയിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ആരെങ്കിലും കുറച്ച് സമയം കണ്ണടച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, എന്താ ഉറങ്ങുകയാണോ എന്നുള്ളൊരു ചോദ്യം കേൾക്കാറുണ്ട്. കാരണം അങ്ങനെ ഉറങ്ങുമ്പോൾ മാത്രമേ കണ്ണടച്ചിട്ടോ കണ്ണ് തുറന്നിട്ടോ വർത്തമാനം പറയാതെ സ്വസ്ഥമായിട്ടിരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മളൊക്കെ വന്നു കയറിയിട്ടുണ്ട്. കാരണം അതല്ലാതെ ഒരു ജീവിതം നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉറങ്ങുമ്പോഴല്ലാതെ ഒരിക്കലും മനസ്സ് അടങ്ങുന്നില്ല. വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചു കൊണ്ടിരിക്കും, പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ മനസ്സിന് അങ്ങനൊരു പരിചയം അല്ലെങ്കിൽ ശീലമില്ലാത്തതുകൊണ്ട് ധ്യാനിക്കാനിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് മനസ്സ് വിഷയങ്ങളിലേക്ക് പോകും. ലോകവിഷയങ്ങളിലേക്കാണല്ലോ പോകാനുള്ളത്. ലോകത്ത് ഓരോ കാര്യങ്ങളെയാണ് ചിന്തിക്കാനുള്ളത്.
എന്നാൽ ഈ വിഷയങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിനെ ഒതുക്കി തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് വിരാട് സ്വരൂപ ധ്യാനം എന്നുള്ളത് പറയുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ ആ സ്ഥൂല രൂപം അല്ലെങ്കിൽ വിരാട് സ്വരൂപം എന്നുള്ളത് ഏറ്റവും വലുതാണ്. കഴിഞ്ഞ കാലത്തുണ്ടായത്, ഇപ്പോഴുള്ളവ, ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നവ, ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം യാതൊന്നിലാണോ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഭഗവാന്റെ വിരാട് സ്വരൂപം. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശരീരമാണ് വിരാട് സ്വരൂപം. വളരെ ബൃഹത്തായിട്ടുള്ള ആ ഒരു ശരീരം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്തത്വം, ഇങ്ങനെ 7 ആവരണങ്ങളോട് കൂടിയ ബ്രഹ്മാണ്ഡത്തിൽ ഈ 7ഉമാണുള്ളത്. ഈ 7 ആവരണങ്ങളോട് കൂടിയതായിട്ടുള്ള ഈ ബ്രഹ്മാണ്ഡത്തിൽ പ്രപഞ്ചാകാരേണ വിളങ്ങുന്ന പരമാത്മാവിനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ ചൈതന്യം, അതിനെയാണ്, പരമാത്മാവിനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. ഈ വിരാട് പുരുഷനിലാണ് ധാരണ കൊണ്ട് മനസ്സിനെ ഉറപ്പിക്കേണ്ടത്. കാരണം ഭഗവാന്റെ സാമാന്യമായിട്ടുള്ള രൂപം നമ്മുടെ മനസ്സിൽ നിൽക്കാതെ വരുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ വനമാലയെ കാണുന്നു. ഭഗവാന്റെ വനമാലയെ കാണുന്ന സമയത്ത് അതിലുള്ള പൂക്കളെക്കുറിച്ച് ചിന്തിക്കുന്നു. പൂക്കളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത പൂന്തോട്ടത്തിലേക്ക് നമ്മുടെ മനസ്സെത്തും. ആ പൂന്തോട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പൂന്തോട്ടത്തിൻ്റെ കാര്യം, മറ്റു കാര്യങ്ങൾ, അവിടെ പൂക്കളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ഇങ്ങനെ. കാരണം മനസ്സിന് അതാണ് ശീലം. അതുകൊണ്ടാണ് ഓരോ വിഷയങ്ങളിലേക്കും, മഞ്ഞപ്പട്ടിനെ ചിന്തിക്കുമ്പോൾ അതുപോലെയുള്ള വസ്ത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, ആ വസ്ത്രം ധരിച്ച ആളുകളെക്കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങനെ ആ വിഷയത്തിലേക്ക് പോകുന്നു. ഓടക്കുഴലിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള ഓടക്കുഴൽ വേറൊരു സ്ഥലത്ത് കണ്ടിരുന്നു, ആ ഓടക്കുഴൽ ഊതിയ ആൾ, അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ മനസ്സ് ബഹിർമുഖമായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വിരാട് പുരുഷനിൽ ധാരണ കൊണ്ട് മനസ്സിനെ ഉറപ്പിക്കണം എന്ന് പറയുന്നത്. ഇനി ആ വിരാട് പുരുഷനെ കുറിച്ചിട്ട് പറയണു. 14 ലോകങ്ങളാണല്ലോ ഉള്ളത്. ഭൂമിക്ക് കീഴെ 7ഉം ഭൂമി മുതൽ മേലോട്ട് 7 ലോകങ്ങളുമായിട്ട് 14. അതുകൊണ്ടാണ് ഈരേഴ് 14 ലോകങ്ങളെന്ന് പറയാറുണ്ടല്ലോ. ഈ 14 ലോകങ്ങളാണ് വിരാട് പുരുഷൻ്റെ അവയവങ്ങളായിട്ട് തീർന്നിട്ടുള്ളത്. അതിലേറ്റവും താഴെയുള്ള പാതാള ലോകം, അതാണ് വിരാട് പുരുഷൻ്റെ ഉള്ളംകാലടി ആയിട്ടിരിക്കുന്നത്. രസാതല ലോകമാണ് പ്രപദങ്ങൾ, അതായത് കാലിൻ്റെ മുകൾ ഭാഗം. കാലടികളുടെ പുറംഭാഗവും മടമ്പിൻ്റെ പിൻഭാഗവും കൂടിയിട്ട് ചേർന്നതായിട്ടുള്ള സ്ഥലമാണ് ഈ പ്രപദങ്ങൾ എന്ന് പറയുന്നത്. ഉള്ളംകാലാണ് രസാതലം എന്ന് പറഞ്ഞു. ആ ഏറ്റവും അടിഭാഗം പാതാളവും 14 ലോകങ്ങളിൽ ഏറ്റവും താഴെയുള്ളതാണ്. ഈ ഉള്ളംകാലടിക്ക് മീതയായിട്ട് കാൽപാദത്തിൻ്റെ മുകൾ ഭാഗം, അതുപോലെ കാൽ മടമ്പിൻ്റെ പിൻഭാഗം, ഇതെല്ലാം കൂടിയിട്ടുള്ള കാൽപാദം മുഴുവനായിട്ട് വരുന്ന ഭാഗം, അതിനെയാണ് പ്രപദങ്ങൾ എന്ന് പറയുന്നത്. അത് പ്രപദങ്ങൾ എന്ന് പറയുന്നത് രസാതലം, പാതാളത്തിന് മീതെയാണല്ലോ രസാതലമുള്ളത്. മഹാതലം നിര്യാണി ഭാഗമായിട്ടാണ് വരുന്നത്. തലാതല ലോകം എന്ന് പറയുന്നത് കണങ്കാലുകളാണ്. കാൽമുട്ടിന് താഴെയുള്ളതിനെയാണ് കണങ്കാൽ എന്ന് പറയുന്നത്. സുതല ലോകം എന്ന് പറയുന്നത് പ്രപഞ്ചസ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ കാൽമുട്ടുകളാണ്. വിതലം, അതലം എന്നീ 2 ലോകങ്ങളാണ് കാൽ തുടകളായിട്ടുള്ളത്. ഭൂലോകമാണ് വിരാട് പുരുഷൻ്റെ അരക്കെട്ട്. അന്തരീക്ഷ ലോകം എന്ന് പറയുന്നതാണ് നാഭി. സ്വർലോകമാണ് മാറിടം. മഹർലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ കഴുത്ത്. ജനലോകം എന്ന് പറയുന്നത് മുഖം. ആദിപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ നെറ്റിയായിട്ടിരിക്കുന്നത് തപോലോകമാണ്. സത്യലോകമാണ് ആയിരക്കണക്കിന് ശിരസോടു കൂടിയതായിട്ടുള്ള വിശ്വരൂപിയായിരിക്കുന്ന ആ ഭഗവാന്റെ ശിരസ്. ഇങ്ങനെ 14 ലോകങ്ങളാകുന്ന അവയവങ്ങളോട് കൂടിയ ഭഗവാനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സത്യലോകം മുതൽ പാതാളം വരെയുള്ളതായിട്ടുള്ള ആ ലോകം മുഴുവൻ ഈ ഭഗവാന്റെ ഓരോ ശരീരഭാഗങ്ങളായിട്ട് കൽപ്പന ചെയ്യുക. അതാണ്
വിരാട് പുരുഷ ധ്യാനം എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാരാണ് ഈ വിരാട് പുരുഷൻ്റെ കൈകളായിട്ടുള്ളത്. ദിക്കുകളാണ് കാതുകളായിട്ടുള്ളത്. ശബ്ദമാണ് ശ്രോത്രേന്ദ്രിയം. അശ്വിനി ദേവന്മാരാണ് ആ വിരാട് പുരുഷനായിരിക്കുന്ന പരമപുരുഷൻ്റെ നാസിക. ഗന്ധമാണ് ഘ്രാണേന്ദ്രിയം. അഗ്നിയാണ് മുഖം. അന്തരീക്ഷ ലോകമാണ് കണ്ണുകളായിട്ടുള്ളത്. സൂര്യനാണ് ചക്ഷുരിന്ദ്രിയമായിട്ടുള്ളത്. രാത്രിയും പകലും സർവവ്യാപിയായിട്ടുള്ള ഭഗവാന്റെ കൺപോളകളാണ്. കണ്ണടയ്ക്കുമ്പോൾ രാത്രിയാകുന്നു, കണ്ണ് തുറക്കുമ്പോൾ പകലാകുന്നു എന്നുള്ള രീതിയിൽ. നമുക്കും അങ്ങനെയാണല്ലോ, കണ്ണടച്ചാൽ ഇരുട്ടാണ്, കണ്ണ് തുറന്നാൽ പ്രകാശമായി. ഇതുപോലെ ഭഗവാന്റെ പുരികങ്ങളുടെ ചലനമാണ് ബ്രഹ്മലോകം എന്ന് പറയുന്നത്. ജലം ആ വിരാട് പുരുഷൻ്റെ ചെറുനാവാണ്. രസമാണ് ജിഹേന്ദ്രിയം. വേദങ്ങളാണ് വിരാട് പുരുഷൻ്റെ ശിരസായിട്ടുള്ളത്. യമൻ ദംഷ്ട്രയാണ്. എല്ലാവിധ സ്നേഹവും ഭഗവാന്റെ പല്ലുകളാണ്. നമ്മളാണെങ്കിലും സ്നേഹം ഉണ്ടാകുമ്പോഴാണല്ലോ ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും സ്നേഹമെന്നുള്ളത് ഭഗവാന്റെ പല്ലുകളാണ്. ജനങ്ങളെ മയക്കുന്നതായിട്ടുള്ള മായ ആ വിരാട് പുരുഷൻ്റെ പുഞ്ചിരിയാണ്. അവസാനമില്ലാത്തതായിട്ടുള്ള സൃഷ്ടി വിരാട് പുരുഷൻ്റെ കടാക്ഷമാണ്. ലജ്ജയാണ് മുകളിലത്തെ ചുണ്ട്. ലോഭമെന്നുള്ളത് താഴത്തെ ചുണ്ടാണ്. ധർമ്മമാണ് സ്ഥനങ്ങളായിട്ടുള്ളത്. അധർമ്മം എന്നുള്ളത് പിൻഭാഗമാണ്. പ്രജാപതിയാണ് വിരാട് പുരുഷൻ്റെ ശിഷ്ണേന്ദ്രിയം. മിത്രനും വരുണനുമാണ് വൃഷണങ്ങൾ. സമുദ്രമാണ് വയറ്. പർവ്വതങ്ങളാണ് എല്ലുകൾ. അവസാനമില്ലാത്ത വീര്യത്തോടു കൂടിയിട്ടുള്ള വായുവാണ് ഭഗവാന്റെ ശ്വാസമായിട്ടുള്ളത്. കാലം നടത്തമാണ്. സത്വം രജസ് തമസ് എന്നീ 3 ഗുണങ്ങളുടെ പ്രവാഹമാണ് കർമ്മങ്ങൾ. മേഘങ്ങളാണ് ഈശ്വരൻ്റെ തലമുടി. സന്ധ്യയാണ് വസ്ത്രം. മൂലപ്രകൃതിയെയാണ് വിരാട് പുരുഷൻ്റെ ഹൃദയമായിട്ട് പറയുന്നത്. രുദ്രദേവനാണ് അഹങ്കാരമായിട്ടിരിക്കുന്നത്. കുതിര, കോവർക്കഴുത, ഒട്ടകം, ആന മുതലായ മൃഗങ്ങളാണ് നഖങ്ങളായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങൾ ഭഗവാന്റെ അരക്കെട്ടിൻ്റെ പിൻഭാഗമായിട്ട് തീർന്നിരിക്കുന്നു. പക്ഷികളൊക്കെ ഭഗവാന്റെ കരകൗശലമായിട്ടാണ് കാണപ്പെടുന്നത്. സ്വയംഭുവ മനു എന്നുള്ളത് ബുദ്ധിയാണ്. മനുഷ്യൻ ഭഗവാന്റെ വാസസ്ഥാനമാണ്. ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, അപ്സരസുകൾ ഇതൊക്കെ വിരാട് പുരുഷൻ്റെ സ്വരങ്ങളും സ്മൃതിശക്തികളുമാണ്. അസുരന്മാരാണ് ഭഗവാന്റെ വീര്യം. ബ്രാഹ്മണർ വിരാട് പുരുഷൻ്റെ മുഖമാണ്. ക്ഷത്രിയർ കൈകളാണ്. വൈശ്യർ തുടകളാണ്. ശൂദ്രൻ കാലടികളാണ്. പല പല ദേവന്മാരുടെ പേരുകളോടുകൂടി നടത്തപ്പെടുന്ന ദ്രവ്യസ്വരൂപങ്ങളായ യജ്ഞങ്ങൾ ആ ഭഗവാന്റെ കർമ്മങ്ങളാണ്. പരീക്ഷിത്തേ, ഇപ്പം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നതാണ് വിരാട് പുരുഷൻ്റെ സ്ഥൂലരൂപം. ഇതിൽ നിന്ന് അന്യമായിട്ട് ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള സകല കാര്യങ്ങളെയും ഇതിൽ പ്രതിപാദിച്ചു. ഇതെല്ലാം ഭഗവാന്റെ ആ വിരാട് പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ ശരീരത്തിൽ ഓരോ ഭാഗത്തുള്ളതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ചിന്ത ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് തീരും. ഇപ്പോൾ സമുദ്രമെന്ന് പറയുമ്പോൾ ഭഗവാന്റെ വയറാണ്. പർവ്വതങ്ങളെ കാണുന്നു. ആ വിരാട് പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ എല്ലുകളാണ് ഈ പർവ്വതങ്ങൾ എന്ന് പറയുന്നു. വായു വീശുന്ന സമയത്ത് ഇത് ഭഗവാന്റെ ശ്വാസമാണ്. സന്ധ്യ എന്ന് പറയുന്നത് വിരാട് പുരുഷൻ്റെ വസ്ത്രമാണ്. മൃഗങ്ങളെ കാണുന്നു. ഇതാ വിരാട് പുരുഷൻ്റെ നഖങ്ങളായിട്ടും പിൻഭാഗത്തുള്ള ജീവികളുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറയുന്നു. അഗ്നി കാണുന്ന സമയത്ത് ഇത് വിരാട് പുരുഷൻ്റെ മുഖമാണ്. ഇങ്ങനെ കാണുന്ന സമയത്ത് എന്തെല്ലാം കാണുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, അതെല്ലാം നമ്മെ ഈശ്വരനിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്നതാണ്. വിഷയങ്ങളിലേക്കാണല്ലോ പോകുന്നത്. ഈ വിഷയങ്ങളെ ചിന്തിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ വിഷയങ്ങളെ ചിന്തിച്ചു കഴിഞ്ഞാലും അത് ഈ വിരാട് സ്വരൂപത്തെ ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരനിലേക്ക് തന്നെ എത്തിക്കും എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഈ വിരാട് പുരുഷനിൽ ബുദ്ധി കൊണ്ട് മനസ്സിനെ നിശ്ചലമായി ഉറപ്പിക്കുന്നത് തന്നെയാണ് യോഗധാരണ എന്ന് പറയുന്നത്. സ്വപ്നത്തിൽ താൻ തന്നെ പല വസ്തുക്കളായിട്ട് കാണാറുണ്ട്. അതുപോലെ ബുദ്ധിയിലൂടെ അനുഭവപ്പെടുന്നവയൊക്കെ പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ രൂപഭേദങ്ങളാണ്.
സത്യസ്വരൂപനും ആനന്ദസ്വരൂപനുമാണ് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാനെയാണ് ഭജിക്കേണ്ടത്. മറ്റെന്ത് വിഷയത്തിൽ മനസ്സ് വെച്ച് കഴിഞ്ഞാലും അത് അധപ്പതനത്തിന് കാരണമായിത്തീരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 1-ാമത്തെ അധ്യായം വിരാട് സ്വരൂപ വർണ്ണനം ഉപസംഹരിക്കുന്നത്. ഇതിനുശേഷം 2-ാം അധ്യായത്തിൽ അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാവാനുള്ള പ്രക്രിയയെക്കുറിച്ചിട്ട് പറയുന്നു. പിന്നീട് അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ലഭ്യമാകുന്നതായിട്ടുള്ള ക്രമമുക്തിയും സദ്യോമുക്തിയും എന്താണ് എന്നുള്ളതിനെക്കുറിച്ചിട്ട് 2-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.